ചിരിക്കുമെന്നേ ഉള്ളൂ, പക്ഷെ അതൊരു ചിരിയായിരിക്കത്തില്ല. ചിരിക്കാൻ ശ്രമിക്കുകയാണെന്ന് അമ്മ പറയാം, ആ കുട്ടിയുടെ അമ്മ പറയണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതൊക്കെ എത്രമാത്രം ഒരു ജന്മത്തിൽ 3 നടക്കുന്ന വയസ്സെന്നൊക്കെ പറയുന്നത് ചെറിയ കുഞ്ഞാണല്ലേ? കുഞ്ഞല്ലേ, എന്ത് പിന്നെ നിഷ്കളങ്കമായി ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യേണ്ടതല്ലേ. പിന്നീട് പ്ലാനറ്ററി പീരീഡ് മാറിയതനുസരിച്ച് ആക്റ്റീവായി പഠിക്കാനൊക്കെ നന്നായി പഠിച്ചു, ജോലിയെല്ലാമായി. ശരിക്കും പറയുന്നത് ബുധൻ കണക്കിന്റെ ഗ്രഹമാണെന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവും കണക്ക്, അല്ല ഗണിതമൊക്കെ ബുധനെ കൊണ്ടാ പറയുന്നത്. കമ്മ്യൂണിക്കേഷനും ഇപ്പൊ ഈ ഗണിതം ബിസിനസിന്റെ ഗ്രഹം എന്നൊക്കെയാണ് ബുധനെ പറയുന്നത്. ചിലത് നമ്മള് അങ്ങനെയുള്ള കർമ്മഫലങ്ങള് നമ്മളുടെ ഉള്ളിലായിരിക്കും അനുഭവിക്കുന്നത്. ചില ദശാകാലത്ത് പൂർവ്വജന്മത്തിലുള്ള കർമ്മത്തിന്റെ ദുഃഖം നമ്മൾ മാത്രമായിട്ട് അനുഭവിച്ചു തീരും. നമ്മുടെ ഉള്ളില് സംഘർഷങ്ങളായിട്ട് പോറും, പുറത്തുള്ളവർക്കൊന്നും അറിയില്ലല്ലോ. അത് മനസ്സുകൊണ്ടാണ്. മനസ്സിൽ ദുഃഖമായിട്ടും മനസ്സിന്റെ ആ ഒരു വേദന, സന്തോഷായാലും വേദനയായാലും ആ രീതിയിൽ അവസ്ഥ. നമസ്കാരം, ഞാൻ എക്സ്പ്ലെയിൻഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശാന്ത ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട്. ഒരുപാട് പേര് ചോദിക്കാറുള്ള, എല്ലാവർക്കും പൊതുവെ താല്പര്യമുള്ള 2 കാര്യങ്ങളൊന്നും കർമ്മം റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് വരുന്ന അനുഭവങ്ങളും, രണ്ടാമത് പാസ്റ്റ് ലൈഫിന്റെ എക്സ്പീരിയൻസസിനെ കുറിച്ചുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഒരു വീഡിയോയുടെ അടിയിലെ കമൻസ് ഞാൻ വായിച്ചപ്പോൾ അതിൽ ഈ പാസ്റ്റ് ലൈഫിനെ പ്രതിപാദിക്കുന്ന പല കമൻസ് ഉണ്ടായിരുന്നു. ശരിക്കും പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരിക്കും ഈ പാസ്റ്റ് ലൈഫ് എത്രമാത്രം നമ്മളെ ഈ ജന്മം, നമ്മൾ ഇതിനു മുമ്പ് ശരിക്കും ഒരു എപ്പിസോഡിൽ ഈ ജന്മത്തിലെ നമ്മളുടെ കർമ്മങ്ങൾ എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യണത്, നമുക്ക് പിൽക്കാലത്തെ നമ്മളുടെ അനുഭവങ്ങൾ ഈ ജന്മത്തിൽ തന്നെ നമ്മളുടെ പ്രവൃത്തികളുടെ അനന്തരഫലമായിട്ട് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ നമ്മൾ കാണാറുണ്ട്, ഒരു നല്ലതും ചെയ്യാത്ത ആൾക്കാർ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു, ഒരുപാട് നന്മ ചെയ്യുന്ന ആൾക്കാർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. എത്രമാത്രമാണ് പാസ്റ്റ് ലൈഫിന് നമ്മളുടെ ഇതിൽ ഇമ്പാക്റ്റ് ഉള്ളത്? ഞാൻ ഉദ്ദേശിക്കണേ, നമ്മുടെ ഒരു രാഗദ്വേഷങ്ങൾ എന്ന് പറയുന്ന കാര്യത്തിലൊക്കെ ഒരു ഇമ്പാക്ട്, നമ്മളെ അനുഭവങ്ങൾ മാത്രമല്ലല്ലോ, നമ്മുടെ താല്പര്യങ്ങളിലും ഒക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു എത്ര ഡീപ്പാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജനിച്ചിരിക്കുന്നത് തന്നെ പാസ്റ്റിലെ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതിന് ജാതകം എന്ന് പറയുന്നത്, ഗ്രഹനിലയെ പറ്റി ജാതകം എന്നല്ല, എന്തിന് ജാതകമായിരിക്കുന്നു എന്നാണ്. എന്തിനാണ് നമ്മളിത് ജനിച്ചിരിക്കുന്നത്, അതായത് ഇന്ന കർമ്മങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട്. അപ്പൊ കുറെ കർമാനുഭവങ്ങൾ, നമ്മൾക്ക് ഓരോ ജീവനും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും. ആഗ്രഹങ്ങൾ കുറച്ച് സാധിക്കും, കുറച്ച് സാധിക്കാതിരിക്കും. അതിനുവേണ്ടി ഓരോരോ ലൈഫുകളിൽ നമ്മൾ വന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കുറെ കർമ്മങ്ങളുണ്ട്, നല്ലതും മോശവുമായിട്ടുള്ളത്. ആ കർമ്മങ്ങള് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഇംപ്രഷൻ അവിടെ തന്നെ ഉണ്ടാകും. വാസനയാകും. അതാണ് വാസന എന്ന് പറയുന്നത്. ആ വാസന പൂരിതമായിട്ടുള്ള മനസ്സ് അങ്ങനെ എന്തൊക്കെയാണോ നമ്മളുടെ കർമാനുഭവങ്ങൾ, മോശമായാലും നല്ലതായാലും, അത് അനുഭവിക്കാൻ വേണ്ടി ജന്മം എടുത്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് കവിത ഇപ്പൊ പറഞ്ഞത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ദുഃഖവും, മോശം കാര്യം ചെയ്യുന്നവർക്ക് സന്തോഷം ഉണ്ടാകുന്ന. അത് ഈ ഒരു നിശ്ചിത പീരീഡ് അല്ലേ നമുക്കറിയുള്ളൂ. ഇതിനു മുൻപ് അവരെന്ത് ചെയ്തിരുന്നു, നല്ലതാണോ മോശമാണോ നമുക്കറിയില്ല. എന്ത് തന്നെയായാലും നമ്മൾ എന്ത് ചെയ്യുന്നോ അതിന്റെ അനുഭവങ്ങൾ മാത്രമാണ് നമുക്ക് വരുന്നത്, കർമാനുഭവമായിട്ട് വരുന്നത്. വളരെയേറെ നല്ല കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം വരുന്ന സോളുകൾ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടാവും. നമ്മളുടെ അനുഭവങ്ങൾ മാത്രമേ നമുക്ക് വരുള്ളൂ. നമ്മൾ എന്ത് ഈ പ്രകൃതിയിലേക്ക് കൊടുക്കുന്നു അത് നമ്മളിലേക്ക് തിരിച്ചു വരും. അതാണ് പ്രകൃതിയുടെ നിയമം. ഇവിടെ എനിക്ക് ഒരു സംശയം, എനിക്ക് പെട്ടെന്ന് വന്നൊരു സംശയമാണ്. ചിലപ്പോൾ പ്രേക്ഷകർക്ക് തന്നെ തോന്നും വിചിത്രമായിട്ടുള്ള സംശയമാണല്ലോ എന്ന്. പക്ഷേ എനിക്കൊരാഗ്രഹം, ഫോർ എക്സാമ്പിൾ, എനിക്ക് ഐസ്ക്രീം കഴിക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാനിങ്ങനെ ഒരുപാട് ഐസ്ക്രീം കഴിക്കണം. ഐസ്ക്രീം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഇൻഡൾജ് ചെയ്യണം അതിൽ. മറ്റൊന്ന്, എനിക്ക് കഴിക്കാനേ പറ്റണില്ല ഈ ജന്മം. എനിക്ക് അത് ഒരിക്കലും എൻ്റെ ആഗ്രഹം സാധിക്കണില്ല. ഇത് രണ്ടും കർമ്മമാവോ? ഓവർ ഇൻഡൾജൻസ് ആൻഡ് ടോട്ടൽ അബ്സ്റ്റിനൻസ് രണ്ടും കർമ്മമാവും. അപ്പൊ എപ്പോഴാണ് ഇത് കർമ്മം ആവാതിരിക്കണേ? നമ്മൾക്ക് അതിനോടുള്ള ആസക്തി പറയുമ്പോ, നമ്മൾക്ക് കഥയില് മറ്റേ ഈശാവാസി ഉപനിഷത്തിൽ പറയുന്നത് പോലെ അതിനോടുള്ള മമത കളഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. ഐസ്ക്രീം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഒരേ ആറ്റിറ്റ്യൂഡിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഐസ്ക്രീമിന്റെ രുചി അറിയണ്ടെന്നല്ല, മനസ്സിലായി. പക്ഷെ മനസ്സിന്റെ ഭാവം രണ്ടും ഒരുപോലെ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾക്ക് ഐസ്ക്രീം കഴിക്കാം, വെള്ളം കുടിക്കാം, രണ്ടും ഒരുപോലെയാണ്. നമ്മുടെ മനസ്സ് അതിനോട്
മമത പുലർത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ മമത ഇല്ലാതിരിക്കുന്നതെങ്കിൽ ഒരു ഒരു പ്രശ്നമാണ്. ഓക്കെ, മനസ്സിലായി. എനിക്ക് അതൊരു വലിയൊരു നോളജാണ് ശരിക്കും. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആസക്തി ഇല്ലാതെ എൻജോയ് ദി ഐസ്ക്രീം. തീർച്ചയായിട്ടും രുചി നമുക്ക് എൻജോയ് ചെയ്യാമല്ലോ. പക്ഷെ അത് നാവിലാണല്ലോ. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ആസക്തി ഇല്ല. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സന്തോഷമായിട്ടിരിക്കുക. കിട്ടിയാലും വേണമെങ്കിൽ നമുക്കൊരു എപ്പോഴും പറയുന്നത് ഹാപ്പി. നമുക്ക് വേണമെങ്കിൽ കിട്ടിയാൽ നമുക്ക് ഒന്ന് വേണമെങ്കിലാകാം. കിട്ടിയല്ലോ, പ്രകൃതി എനിക്കിത് തന്നല്ലോ എന്നുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് വേണമെങ്കിലാകാം. അത് കർമ്മമായിട്ട് വരില്ല. ഓക്കെ ചേച്ചി, ഇപ്പൊ അനുഭവങ്ങൾ പറഞ്ഞു വരുമായിരുന്നു. അല്ലെ, പാസ്റ്റുമായിട്ടുള്ള നമ്മുടെ പാസ്റ്റിന്റെ അനുഭവങ്ങൾ കർമ്മമായിട്ട് തീരാനായിട്ടാണല്ലോ നമ്മൾ വരുന്നത്. അത് നമ്മൾ ഓരോരോ ജന്മങ്ങൾ കഴിയും തോറും തുടർ കർമ്മങ്ങളായിട്ട് കൊണ്ടുപോകും. കഴിഞ്ഞതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അനുഭവിക്കാൻ ഇവിടെ വരുന്നു. അത് അനുഭവിക്കുമ്പോൾ വേറെ കുറെ കടും കർമ്മങ്ങൾ കൂടി മായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. അതിനെയാണ് നമ്മൾ ആഗാമി കർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ ജനന മരണ ചക്രത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ മനുഷ്യ ജീവജാലം സംഭവിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില കർമ്മങ്ങൾ, നമ്മുടെ പാസ്റ്റിലെ ചില ശക്തമായ കർമ്മങ്ങൾ നമ്മളെ മനസ്സിനെ ഈ ജന്മങ്ങളിലും വളരെ തീക്ഷ്ണമായിട്ട് സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനൊരു ഉദാഹരണമായിട്ട് ഒരാള് അവർക്ക് യാത്ര ചെയ്യാനേ ഇഷ്ടമല്ല, പേടിയാണ്. വീട്ടിൽ നിന്ന് ആരെങ്കിലും യാത്ര പോകുന്നതും പേടിയാണ്. യാത്ര ചെയ്യാൻ ഇഷ്ടമല്ല. എത്രയൊരു അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു കാര്യമല്ലേ. അവരുടെ ജാതകത്തെ പറ്റി സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോ മനസ്സിലായത് അവര് ഒരു ഫാമിലിയോട് യാത്ര ചെയ്ത സമയത്ത് മരിച്ചുപോയ ഒരു സോളാണ്. അപ്പൊ ആ സോളിന് ഈ യാത്ര എന്ന് പറയുന്ന ഒരു ഭയമാണ്. ഈ ജന്മത്തിൽ അവർക്ക് യാത്ര ചെയ്യാനായിട്ട് പേടിയാണ്. അപ്പൊ ആ ആളിന് ആ അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും കേട്ടോ. ആള് ആ ഒരു കാര്യത്തെ റിയലൈസ് ചെയ്യുന്ന നിമിഷം തന്നെ ആ ഭയം അവരിൽ നിന്ന് പോകും. അങ്ങനെയുള്ള സമാനമായിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ കാണാറുണ്ട്. ചില ആളുകൾ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. ചിലർക്ക് സ്വാഭാവികം, ഇപ്പൊ കൂടുതലും ആൾക്കാർക്ക് താല്പര്യമില്ല വിവാഹത്തെ. പുതിയ തലമുറ അങ്ങനെയുള്ള ചിന്താഗതി പുലർത്തുന്നവരാണ്. അതൊരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, പല കാരണങ്ങൾ കൊണ്ട്. അപ്പൊ പക്ഷെ ചിലര് എല്ലാം ഉണ്ട്, പഠിക്കാൻ അവർക്ക് നല്ല കഴിവുണ്ടായിരുന്നു, നല്ല ഔദ്യോഗിക പദവിയിലിരിക്കുന്നു. പക്ഷെ വിവാഹം എന്ന് പറയുമ്പോൾ അവർക്കൊരു ഭയമാണ് അതിനകത്തുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കുട്ടിയെ പറ്റി അവരുടെ അമ്മ വന്ന് ചോദിച്ചപ്പോ അത് ഈ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ടാണ്, ചിലപ്പം വിവാഹ ജീവിതത്തിന് ഭയമുള്ള ആൾക്കാരുണ്ടാകും. വ്യക്തിയെ അംഗീകരിക്കാൻ പ്രയാസമാകും, ശരിയാകുമോ ഇല്ലയോ എന്നുള്ള പേടികളുണ്ടാകും. അടുത്തു ചുറ്റുള്ളവരുടെ ജീവിതത്തിൽ കാണുന്ന സംഭവ വികാസങ്ങളെ സ്വാധീനിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികൾ പറയാറുണ്ട്. പക്ഷെ ഈ ജാതകം നോക്കുമ്പോൾ ചില സമയം ഒക്കെ പറയും വീട്ടുകാർ ചോദിക്കുമ്പോൾ, ചില സമയം കുട്ടി അതിന് തയ്യാറല്ല. അങ്ങനെ ജാതകം നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ചോദിച്ച ചെറിയ പ്രായത്തിലെ കുട്ടിക്ക് എന്തെങ്കിലും ദുഃഖം തോന്നിയിരുന്നോ? അപ്പൊ ഈ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. 2-3 വയസ്സൊക്കെ ഉള്ള കുട്ടി ഇപ്പോഴും ഒരു കാരണമില്ലാതെ ഇങ്ങനെ കണ്ണ് നിറഞ്ഞതുപോലെ ഇരിക്കുമെന്ന്, വിഷാദപ്പെട്ട്. അത് എന്താ അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഈ സോള് പഴയ ജന്മത്തിൽ റേപ്പ് ചെയ്യപ്പെട്ട് മരിച്ചുപോയ ഒരു കുഞ്ഞാണ്. അപ്പൊ അത് ആ പുതിയ ജന്മത്തിൽ വന്നിട്ട് പോലും അതിന്റെ ആ ഒരു നിശ്ചിത പീരീഡ്, പ്ലാനറ്ററി പീരീഡ് ഉണ്ടായിരുന്നു. ആ ഒരു 8 വയസ്സ് മറ്റാണെന്ന് തോന്നി, ഞാൻ വയസ്സ് ഓർക്കുന്നില്ല. ആ ഒരു പീരീഡ് വരേക്കും കുട്ടിക്ക് അതീവ്രമായ ദുഃഖം, എന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷെ ആ കുട്ടി ഇങ്ങനെ മുഖവും ദുഃഖത്തിലാണ്. ചിരിക്കുമെന്നേ ഉള്ളൂ, പക്ഷെ അതൊരു ചിരി ആയിരിക്കത്തില്ല. ചിരിക്കാൻ ശ്രമിക്കുകയാണെന്ന് അമ്മ പറയാം, ആ കുട്ടിയുടെ അമ്മ പറയണം. അന്ന് ആലോചിച്ച് നോക്കൂ, അതൊക്കെ എത്രമാത്രം ഒരു ജന്മത്തിൽ നടക്കുന്ന ചെറിയ കുഞ്ഞല്ലേ, എന്ത് നിഷ്കളങ്കമായി ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യേണ്ടതല്ലേ. പിന്നീട് പ്ലാനറ്ററി പീരീഡ് മാറിയതനുസരിച്ച് ആക്റ്റീവായി പഠിക്കാനൊക്കെ നന്നായി പഠിച്ചു, ജോലിയെല്ലാമായി. പക്ഷെ എപ്പോഴും വിവാഹത്തിന് പേടിയാണ്. പക്ഷെ ആ കുട്ടിക്ക് അറിയയില്ല എന്തുകൊണ്ടാണ് പേടിക്കുന്നത് എന്നുള്ളത്. ഒരു കാരണം കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാറുണ്ട്, നമുക്ക് കാണാറുണ്ട്. ഈ അവയർനെസ് വരുമ്പോഴത്തേക്ക് ഇതിലൊരു ഷിഫ്റ്റ് വരുമോ? തീർച്ചയായിട്ടും ആ ആൾ അതിനെ പറ്റി അറിയണം. ഇപ്പൊ നമ്മളുടെ ഈ കർമ്മങ്ങളൊക്കെ നമ്മൾ ഹിഡൻ ആയിട്ടിരിക്കല്ലേ. ഞാനും ഇതിനു മുൻപും പറഞ്ഞിട്ടുള്ളത് പോലെ ഇപ്പൊ ഈ റൂമിൽ വെളിച്ചം ഇല്ല, പക്ഷെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇരുട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ.
എന്ന് പറഞ്ഞതുപോലെ നമ്മളിതിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനോടൊന്ന് നമ്മൾ താതാത്മ്യപ്പെടാനായിട്ട് ചെറിയൊരു പീരീഡ് എടുക്കുക ആ മാനസികാവസ്ഥയെ. ചെറിയൊരു പീരീഡ് കഴിയുമ്പോൾ തന്നെ ആ നോർമൽ ഒരു മാനസികാവസ്ഥയിലേക്ക് അവർക്ക് വരാൻ പറ്റും. തിരിച്ചറിയുക എന്നുള്ളതാണ്. തിരിച്ചറിഞ്ഞിനെ ബോധ്യത്തോടെ ഉൾക്കൊള്ളുക എന്നുള്ളത്. വെറുതെ കേട്ടത് കൊണ്ട് കാര്യമില്ല. അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ ഒരു അസ്ട്രോളജിയുടെ ബേസിക്സ് ഒക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ നമുക്ക് പ്ലാനറ്ററി പൊസിഷൻ വെച്ച് തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലാതെ ഉള്ള ആൾക്കാർക്ക് ഇതുപോലെ ചെറുപ്പത്തിലേക്കാരും ഇപ്പൊ കുട്ടിക്ക് ഓർമ്മ ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ അമ്മയ്ക്കും അച്ഛനൊക്കെ അറിയാമല്ലോ. അതിന് വേണമെങ്കിൽ അതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. പണ്ടൊരിക്കൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കുട്ടിയുടെ ഫോട്ടോയില് വ്യത്യാസം വന്നത് കാരണം ആഭിചാരം ചെയ്യപ്പെട്ട ഒരു സോള് ആ ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞപ്പോ ഞാൻ ആദ്യം അതിന്റെ ഫോട്ടോയാണ് ചോദിച്ചത്. ഈ ഒരു പീരീഡ് കഴിയുമ്പോ ആ കുട്ടിക്ക് മുഖത്തിന് വ്യത്യാസം വന്നു. അതുവരെയുള്ള പീരീഡില് കുട്ടി ഇങ്ങനെ വിദൂരതയിലേക്ക് നോക്കി ഒന്നിനോടും റെസ്പോണ്ട് ചെയ്യാതിരുന്നു. അതിനുശേഷമുള്ള ഫോട്ടോയ്ക്ക് കുറച്ചുകൂടെ ലൈവ്ലി ആയിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കും അത് തിരിച്ചറിയാവുന്നതാണ്. ചേച്ചി ഇടയ്ക്കൊരു ഇൻസിഡന്റ്, ഒരു വാക്ക് പറഞ്ഞായിരുന്നു, പ്ലാനറ്ററി പീരിയഡ് എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പൊ ശരിക്കും നമുക്ക് നമ്മളുടെ ഈ മുജ്ജന്മ കർമ്മ അനുഭവിക്കുന്നത് മുമ്പൊരിക്കൽ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഈ പ്രേതബാധയെക്കുറിച്ചും പ്രേത ലോകത്തുള്ള ഇത് നമ്മളെ ബാധിക്കുന്നത് നമ്മളുടെ സർട്ടൻ പ്ലാനറ്ററി പീരിയഡ്സിൽ നമ്മൾ കൂടുതൽ സാധ്യതയുണ്ട്, നമ്മൾ കുറച്ചുകൂടെ ഓപ്പൺ ആയിരിക്കും അങ്ങനെയുള്ള ഇൻഫ്ലുവൻസസിൽ. അതുപോലെ പാസ്റ്റ് ലൈഫിന്റെ ഇമ്പാക്റ്റും പ്ലാനറ്ററി പീരിയഡ് അനുസരിച്ച് മാറുമോ? കൂടുകയും കുറയുകയും ചെയ്തിരിക്കും. പാസ്റ്റ് ലൈഫിന്റെ ഇംപ്രഷൻ അനുസരിച്ചാണ് നമ്മുടെ ഈ ലൈഫ് പിന്നെ ടോട്ടലി മോൾഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അതിന് ഇമ്പാക്ട്, പാസ്റ്റിന് ഇമ്പാക്റ്റ് ഉള്ള പീരീഡും ഉണ്ട്, ഈ ലൈഫിലെ കാര്യങ്ങൾക്ക് പ്രാധാന്യമുള്ള പീരീഡും ഉണ്ട്. ഇപ്പൊ നമ്മൾ ചില സമയത്ത് ഇപ്പൊ കവിത പറഞ്ഞതുപോലെ തന്നെ പ്രേത ലോകവുമായിട്ട് കൂടുതൽ താതാത്മ്യപ്പെടുന്ന ആ സംവേദനങ്ങൾ കൂടുതൽ സ്വീകരിക്കപ്പെടാവുന്ന പീരീഡ് ഉണ്ട്. ചില ആളുകൾക്ക് സാധാരണ ജീവിതം നയിക്കുന്നവർക്കും ആ സമയത്ത് അങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ദൈവ ലോകവുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആകുന്ന പീരീഡ് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ആ ദൈവികമായ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ ചില അത്ഭുത സിദ്ധികളെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ അത്ഭുതകരമായ ദർശനങ്ങള്, അനുഭവങ്ങള്, ദർശനങ്ങളൊക്കെ ഉണ്ടാകും. അതാ ഗ്രഹങ്ങള് ഇപ്പൊ ഈ ഒരു ഗ്രഹത്തിന് ഇങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരുടെ ജാതകത്തിലെ കോമ്പിനേഷൻ അനുസരിച്ച്. അല്ലാതെ ശനി ദിശയിൽ ഇങ്ങനെ ഉണ്ടാകും അല്ലെങ്കിൽ ബുധദിശയിൽ ഇങ്ങനെ ഉണ്ടാകും എന്ന് നമുക്ക് തീർത്ത് പറയാനായിട്ട് പറ്റില്ല. ഈ അനുഭവങ്ങളെല്ലാം കോമ്പിനേഷൻ കൊണ്ടാവും. ഒരാളുടെ ജാതകത്തിൽ എങ്ങനെയാണോ ആ ഗ്രഹങ്ങൾ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് അതനുസരിച്ച് മാറും പ്രാധാന്യം. ഇപ്പൊ ഈ ഭൗതിക ലോകത്തുള്ള ജീവിതത്തിന് പ്രാധാന്യം കൂടുന്ന ദശാകാലങ്ങൾ, ഇപ്പൊ ബുധദശയൊക്കെ നടക്കുമ്പോൾ കൂടുതൽ നമ്മൾ ഇവിടെയുള്ള മെറ്റീരിയൽ വേൾഡിലെ കാര്യങ്ങളുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആകും. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു പ്രാധാന്യമുള്ള ഗ്രഹമാണ്. അപ്പൊ നമ്മളുടെ ലോജിക്ക് ബുധൻ ജാതകത്തിൽ നന്നായിട്ട് നിൽക്കുകയാണെങ്കിൽ ശരിക്കും പറയുന്നത് ബുധൻ കണക്കിന്റെ ഗ്രഹമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാകും. കണക്ക് അല്ല ഗണിതമൊക്കെ ബുധനെ കൊണ്ടാ പറയുന്നത്. കമ്മ്യൂണിക്കേഷനും ഇപ്പൊ ഈ ഗണിതം ബിസിനസിന്റെ ഗ്രഹം എന്നൊക്കെയാണ് ബുധനെ പറയുന്നത്. ഇതെല്ലാം ബുധന് കാരകത്വങ്ങള്. ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ കണക്കെന്ന് പറഞ്ഞ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ലോജിക്കിൻ്റെതാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഈ ലോകത്ത് ജീവിക്കാനുള്ള ലോജിക്കാണത്. അതായത് ഈ കണക്കെന്ന് പറയുന്നത് ഈ ഭൗതിക ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള കണക്കിനെ പറ്റി ബോധ്യമുള്ളവരാ. അത് തന്നെയാണല്ലോ ബിസിനസ്സും. കാരണം എന്ത് കൊടുത്താലും നമുക്ക് കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കണം, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, മനസ്സിലായി, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ്, എല്ലാം കൊടുക്കൽ വാങ്ങലാണല്ലോ. അപ്പൊ ഈ ലോകത്തുള്ള കൊടുക്കൽ വ്യവഹാരം എങ്ങനെ ഏറ്റവും നല്ലതാക്കി തീർക്കണമെന്നുള്ളതാണ്. അപ്പൊ ബുധൻ നന്നായിട്ടിരിക്കുന്ന ആൾ നല്ലൊരു ബിസിനസ്സുകാരനാകും, നല്ല കണക്ക് ഗണിതം നന്നായിട്ട് അറിയുന്ന ആളാകും, നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. ഇതെല്ലാം ഈ ഒരു കാര്യത്തിലാണ് ഇരിക്കുന്നത്. അതായത് ഈ ലോക വ്യവഹാരത്തിൽ എങ്ങനെ നമ്മള് മെച്ചപ്പെട്ടു. ഈ ബുധൻ നന്നായിട്ടിരിക്കണം, ഇൻഫ്ലിക്ഷൻസ് നെഗറ്റീവ് അല്ലെങ്കിൽ എവിടെ ഇരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, മറ്റു ഗ്രഹങ്ങളുടെ ഇമ്പാക്ട് എന്താണെന്നുള്ള അനുസരിച്ചിരിക്കും. അതുപോലെ ഈ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ദശാകാലത്ത് ഈ ഭൗതിക തലത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട കുറെ അനുഭവങ്ങൾ, നമുക്ക് പൂർവ്വജന്മാർജിതമായിട്ട് അനുഭവിക്കേണ്ട കുറെ കർമ്മങ്ങളും കൂടെ, കാർമികമായിട്ടുള്ള കാര്യങ്ങളും കൂടെ വന്നു പോവുകയും ചെയ്യും. ആ സമയത്ത് കൂടുതൽ നമുക്ക് ചുറ്റുമുള്ള ലോകമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിൽ പ്രോബ്ലംസ് വരും. ചിലത് നമ്മൾ അങ്ങനെയുള്ള കർമ്മഫലങ്ങള്
നമ്മളുടെ ഉള്ളിലായിരിക്കും അനുഭവിക്കുന്നത്. ചില ദശാകാലത്ത് പൂർവ്വജന്മത്തിലുള്ള കർമ്മത്തിന്റെ ദുഃഖം നമ്മൾ മാത്രമായിട്ട് അനുഭവിച്ചു തീരും. നമ്മുടെ ഉള്ളില് സംഘർഷങ്ങളായിട്ട് പോറും, പുറത്തുള്ളവർക്കൊന്നും അറിയില്ലല്ലോ. അത് മനസ്സുകൊണ്ടാണ്. മനസ്സിൽ ദുഃഖമായിട്ടും മനസ്സിന്റെ ആ ഒരു വേദന, സന്തോഷായാലും വേദനയായാലും ആ രീതിയിൽ അവസ്ഥ. പക്ഷെ ഇതെന്ന് പറഞ്ഞ ഭൗതിക തലത്തില് നമ്മളെ ബാധിക്കും. ഒന്നിനും നമ്മളെ ആളുകൾ വേദനിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് തടസ്സം, മെറ്റീരിയൽ തലത്തിൽ തന്നെ അത് അനുഭവിക്കുക. മറ്റേത് ചീത്തപ്പേരുക, മറ്റേത് സൂക്ഷ്മതലത്തിൽ അനുഭവിക്കുക. സ്ഥൂല തലത്തിലും സൂക്ഷ്മതലത്തിലും അനുഭവങ്ങളുണ്ടല്ലോ. അപ്പൊ അതിന്റെയൊക്കെ വ്യത്യാസങ്ങൾ ഓരോ ഗ്രഹങ്ങളും. ലോകം അറിയില്ല, നമ്മൾ ഭയങ്കര ഒരു സങ്കടത്തിലും ദുഃഖത്തിലും മനസ്സ് കടന്നു പോയാൽ ലോകം അറിയില്ലല്ലോ. അതേപോലെ ഇന്ററാക്ഷൻസിൽ ഒന്നും അത് റിഫ്ലക്ട് ചെയ്യത്തില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ ചില ഗ്രഹം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്. വ്യാഴം നന്നായി നിന്ന് എല്ലാ ദോഷങ്ങളെയും, ലക്ഷം ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഗ്രഹമാണ്. നമ്മുടെ ഹയർ മൈൻഡാണ്, ഗുരുവാണ്, നമ്മളിലുള്ള ഗുരുതത്വമാണ്, ആകാശ എലമെന്റ് ആണ്, സുഖം തരുന്ന ഗ്രഹമാണ്. സുഖം എന്ന് പറഞ്ഞാൽ സന്തോഷം, ശരിക്കുള്ള സന്തോഷം. ആ ഗ്രഹം നമ്മളുടെ ജാതകത്തിൽ നല്ലതല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി കൊടുക്കും, ചിന്തകൾ സ്കാറ്റർ ആകും, ഉന്മാദം കൊടുക്കും. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ്. ചന്ദ്രന്റെ പിന്നെ അഫ്ലിക്ഷൻ നമുക്ക് മനസ്സംഘർഷങ്ങൾ ഉണ്ടാക്കും. ഇതെന്ന് പറഞ്ഞാൽ മനസ്സ് നമ്മുടെ കൺട്രോളിലല്ലാതായി ഇപ്പൊ യുട്ടോപ്പിയൻ ഐഡിയാസ് ഒക്കെ വരും. നമുക്ക് ഒരിക്കലും ഒരു റിയാലിറ്റിയുമായിട്ട് ബന്ധമില്ലാത്ത ചിന്തകൾ വരും. മനസ്സ് കാട് കയറുക. ശരിക്കും ഉന്മാദ കോമ്പിനേഷൻ ഉണ്ട് വ്യാഴത്തെ കൊണ്ട്, പറഞ്ഞ വിശ്വസിക്കോ? അപ്പൊ അവർക്ക് നമ്മൾ ലോജിക്ക് പറഞ്ഞ അവർക്ക് മനസ്സിലാവത്തുമില്ല ആ സമയത്ത്. കുഞ്ഞുങ്ങളോടൊക്കെ അല്ല, നമ്മൾ കുട്ടികളോട്, ഈവൻ ഈ അവസ്ഥയിലിരിക്കുന്ന ഒരു കുട്ടിയോട് മാതാപിതാക്കൾ ചില കാര്യങ്ങൾ ഇതല്ല, ശരിയല്ല, അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റില്ല. ഓരോ അതിപ്പം കുട്ടികളെ ഇതൊക്കെ ചെറുപ്പത്തിൽ ചിലരുടെ ഇപ്പോ ശരിക്കും കുട്ടികൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ അച്ഛനും അമ്മയ്ക്ക്. അത് കാരണം അവര് കുട്ടികളുടെ മാനസികാരോഗ്യത്തിലേക്ക് ഒരുപാട് പേരും അവെയറാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് 6-7 വയസ്സുള്ള കുട്ടികൾക്ക് തന്നെ ഇത് ധാരാളമായിട്ട് ഇപ്പൊ കാണുന്നുണ്ട്. കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണെന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഈ ചെറിയ കുട്ടികൾക്ക് തന്നെ ഇങ്ങനെയുള്ള സംഘർഷങ്ങളുള്ളപ്പോൾ ഇതിനെ അച്ഛനും അമ്മ ഇത് കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കൊടുക്കേണ്ട ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മാനേജ് ചെയ്ത് പോകത്തക്ക രീതിയിൽ അവർക്കുള്ള ഒരു രീതി അവരോട് കൊടുക്കാം. അതേപോലെ തന്നെ അവരോട് നമ്മൾ പെരുമാറേണ്ട രീതികളും ഒക്കെ ഒന്ന് ചിട്ടപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. ഇതിപ്പോ എല്ലാ ഗ്രഹങ്ങളും, ഇപ്പൊ ബുധനായാലും അഫ്ലിക്റ്റഡ് ആയ മാനസിക പ്രശ്നം വരാം, ചന്ദ്രനായാലും വരാം, വ്യാഴമായാലും വരാം, ശനിയെ കൊണ്ടുവരാം, ചൊവ്വയെ കൊണ്ടുവരാം. അപ്പൊ ഏത് ഗ്രഹമാണോ ഈ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട നിലയിൽ ജാതകത്തിൽ അഫ്ലിക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതനുസരിച്ചാണത്. ചന്ദ്രൻ അഫ്ലിക്റ്റഡ് ആണ്, ഇമോഷൻസ് ആയിരിക്കും. മനസ്സിലായി. അപ്പൊ ശരിക്കും നമുക്ക് നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് കുറെയൊക്കെ നമ്മളുടെ ഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഇപ്പൊ അവസ്ഥ വളരെ സ്ട്രോങ് ആയിട്ട് ഗ്രഹങ്ങളുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ചേച്ചി പറഞ്ഞു. അപ്പൊ ഈ ഗ്രഹങ്ങളുടെ പൊസിഷൻ അങ്ങനെ വരുന്നത് നമ്മളുടെ കർമ്മഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ ഈ അത് എനിക്ക് ഇപ്പൊ നമ്മൾ, കാരണം ഇതിന്റെ ഇടയിൽ നമ്മൾ ഈ പ്രേതലോകമായിട്ടുള്ള കണക്ഷൻ ഒക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഔട്ട് ഓഫ് ദ ഇതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്. ശരിക്കും അതില് നമുക്ക് പാസ്റ്റ് ലൈഫിന്റെ ഒരു അഫ്ലിക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഒരു സമയത്ത് നമുക്ക് ഈ ഒരു അനദർ എനർജി നമ്മൾ പല എക്സ്പീരിയൻസസ് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും നമുക്കിപ്പോ ഒരു പ്രേതബാധ ഉണ്ടാകണ അത് അതിശയമായ കാര്യം എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ സോളിന്റെ ചില പ്രേതബാധകൾ, അതായത് വളരെ ശക്തമായ ചില കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ആ അവസ്ഥയിൽ തന്നെ നമ്മൾ ബാധിക്കപ്പെട്ട് ജനിച്ചിട്ടുള്ള കുട്ടികളെ സാധാരണ കേൾക്കണം നമ്മുടെ ശരീരത്തില് പ്രോസസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രോസസ് ചെയ്യുക, അത് ചിലവര് നിശ്ചിത പീരീഡിൽ പ്രോസസ് ചെയ്യാം. അത് കഴിയുമ്പോൾ അത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, കാരണം ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ പുണ്യസ്ഥലങ്ങളിൽ പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനകൾ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് അത് തനിയെ തന്നെ മാറ്റപ്പെടാം. പക്ഷെ ഇത് നമ്മൾ പോലും അറിയാതെ പോകും ചിലരുടെ കേസിൽ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഇവരുടെ കൂടെ തന്നെ ഈ ഒരു സോളിന്റെ പ്രസൻസ്. അങ്ങനത്തെ ഗ്രഹനിലകളുമായിട്ട് അതും കണക്റ്റഡ് ആണ്. നമുക്കൊരു പ്രേതലോകത്തിൽ നമുക്കൊരു
കണക്ഷൻ വരുന്നെങ്കിൽ അതും ശരിക്കും നമ്മുടെ പാസ്റ്റ് ലൈഫായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പൊ നമ്മൾക്ക് ശത്രുബാധ ഉണ്ടാകണം, അല്ലെ ആഭിചാര ബാധ ഉണ്ടാകണം, പ്രേതബാധ ഉണ്ടാകണം, ഇതൊക്കെ നമ്മുടെ ജാതകത്തിൽ ഉണ്ടെങ്കിലേ സംഭവിക്കുള്ളൂ. അത് നമ്മുടെ കർമ്മമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലാതെ അത് നമ്മളെ ബാധിക്കത്തില്ല. ശരിക്കും ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് വെബ് ഓഫ് കർമ്മ, ഒരു ചിലന്തി വല പോലെ. അതാണ് കർമ്മം, പാസ്റ്റ് ലൈഫ് എന്നൊക്കെ പറയുന്നത്. ശരിക്കും നമുക്ക് നേരെ ലീനിയർ ആയിട്ട് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിലെല്ലാം അതീതമായിട്ടുള്ള ഒരു സാധനമാണ്. ശരിക്കും ദ ലോ ഓഫ് കർമ്മ ഇസ് അൺഫാത്തമബിൾ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും എന്താണ് കോംപ്ലെക്സ് ആണ് കർമ്മ, ദ തിയറി ഓഫ് കർമ്മ എന്നുള്ളത്. എന്നാലും നമ്മളുടെ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ അവെയർ ആകുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ഇൻഫ്ലിക്ഷൻസ് നമുക്ക് നല്ലോണം മാറും നമ്മുടെ ലൈഫിലുള്ള. ചില നമ്മൾ പോലും അറിയാതെ മാറുന്ന ചെറിയ കാര്യങ്ങളും ഉണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെയും നമസ്കാരം.